പാർവണി തൂക്കി പാർവതി ഗിരീശ്വരൻ്റെ ചിന്തയിൽ മുഴുകി വലഞ്ഞു. ഓണമല്ലേ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പം ഇന്ന് ഞാൻ പരിപ്പ് പായസം വെക്കാൻ പോവുകയാണ്. ഈസി ആയിട്ടാണ് വെക്കാൻ പോകുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് പാരീസിൻ്റെ ഈ ഒരു ജാഗ്രി പൗഡർ കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ജാഗ്രി പൗഡർ യൂസ് ചെയ്താൽ എന്താ ഗുണം എന്നറിയോ? പാവ് കാച്ചി അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഫൈൻ പൗഡർ ആയതുകൊണ്ട് വേഗം അലിഞ്ഞു പോകും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ സാധാരണ എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസിന് വേണ്ടതെന്ന്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്, 1 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെള്ളം, പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തേങ്ങാപ്പാൽ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ നമുക്ക് തന്നെ ചിരകി പിഴിയാം, പക്ഷെ എനിക്ക് അതിന് സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഹാഫ് പാൽ എടുത്തിട്ട് 2 കപ്പ് വെള്ളത്തിൽ ഒന്നാം പാൽ റെഡിയാക്കി വെക്കാം. അതിനുശേഷം ബാക്കി ഹാഫ് നമുക്ക് 2ാം പാലായിട്ട് വെക്കാം കേട്ടോ. പിന്നെ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഡെക്കറേറ്റീവ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റംസ് കാഷ്യൂസ് ആൻഡ് റൈസിൻസ്, ഇത് രണ്ടും നേരത്തെ തന്നെ ഞാൻ നെയ്യിൽ സോട്ട് ചെയ്ത് ഗോൾഡൻ കളറിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയാലോ, ആസ് യൂഷ്വൽ കുറച്ച് ഏലക്കയുടെ പൊടി, ഇതും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇങ്ങനെയുള്ള തോരണങ്ങളെല്ലാം മാറ്റി വയ്ക്കാം. പരിപ്പ് ഇവിടെ വറുക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം നല്ല മണം വരുന്ന വരെ ഇങ്ങനെ വറുത്തെടുക്കാം. പരിപ്പ് ആദ്യം കഴുകി വൃത്തിയാക്കി വാലാൻ വെച്ചതിന് ശേഷമാണ് നെയ്യിലിട്ട് ഇങ്ങനെ വറുത്തെടുക്കേണ്ടത്. ഇത് പാരീസിൻ്റെ ആഡൊന്നും അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് യൂസ് ചെയ്യാറുണ്ട് കുറേ വർഷമായിട്ട്. ഇത് 1 കപ്പ് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് ഇവിടെ നിന്ന് മാറ്റിയിട്ട് കുക്കർ വയ്ക്കാൻ പോകണം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പരിപ്പിട്ട് കൊടുക്കും. ഞാനൊരു 4 വിസിൽ വെച്ചിട്ടുണ്ട്, നന്നായിട്ട് മാഷാവാൻ വേണ്ടിയിട്ട്. സാബുദാന ഒപ്പം നെയ്യിൽ വറുത്ത് മാറ്റി വെക്കുന്നുണ്ട് കുറച്ചെടുത്തിട്ട്. 1 കപ്പ് കോക്കനട്ട് മിൽക്കിൽ 2 കപ്പ് വെള്ളം ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. നന്നായിട്ട് മാഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് ജാഗ്രി ഞാൻ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നത്. 1 കപ്പാണ് ആദ്യം ആഡ് ചെയ്ത് നോക്കിയതാണ് എത്രത്തോളം മധുരം വേണമെന്ന്. ഇത് 1 കപ്പ് മതിയാവില്ല എന്ന് മനസ്സിലായി. 1 കപ്പ് മൂങ് ദാലിന് ഞാൻ 2 കപ്പ് മിനിമം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാലേ ആ ഒരു നല്ലൊരു മധുരം കിട്ടുള്ളൂ. കളറിന് ഒരു വ്യത്യാസമില്ല, നല്ല അടിപൊളി കളറാട്ടോ. ആ ജാഗ്രിയുടെ അതേ കളർ തന്നെയാണ് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴും എനിക്കതിനെ കിട്ടിയത്. നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു. 2 കപ്പ് 1 കപ്പ് മൂങ് ദാലിന് 2 കപ്പ് എങ്കിലും മിനിമം വേണ്ടി വരും. പിന്നെ മധുരം അതിലും കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് നല്ലൊരു മധുരമാണ്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഈ ഒഴിച്ചു കൊടുത്തേക്കുന്നത് 2ാം പാലാണ് കേട്ടോ. 1ാം പാല് ലാസ്റ്റ് ഒഴിക്കാം. പിന്നെ തിളപ്പിക്കാൻ പാടില്ല. 1ാം പാല് 2ാം പാലും എനിക്ക് എപ്പോഴും കൺഫ്യൂഷനാണ്. പറയുമ്പോൾ തെറ്റി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഇപ്പം ഞാൻ കാർഡമം പൗഡർ, അതായത് ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ നെയ്യിൽ വറുത്ത് മാറ്റി വെച്ച സാബുദാനയും ആഡ് ചെയ്ത് കൊടുത്തു. സാബുദാന ആഡ് ചെയ്യുമ്പോൾ നല്ല രസമാട്ടോ. ജൗവൽസി ആട്ടോ അത്. ഏലക്കാപ്പൊടി ഇതിലേക്ക് 1ാം പാൽ ഒഴിച്ച് കൊടുക്കാം. അടിപൊളി. 1ാം പാൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അധികം തിളയ്ക്കാൻ പാടില്ല. ജസ്റ്റ് അങ്ങനെ നമുക്ക് ഡെക്കറേറ്റ് കുറച്ച് നമ്മുടെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. റൈസിൻസും കാഷ്യൂ. ഇപ്പം ഞാൻ പേടിച്ചു പോയി, വെള്ളം കൂടി പോയോ എന്നൊരു ഡൗട്ട് തേങ്ങാപ്പാലിൻ്റെ. പക്ഷേ ഇല്ല, അത് കുറുകി വന്നപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറച്ച് നേരം അത് മൂടി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ആദ്യം സെർവ് ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയിട്ടാണ്, അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ബൈ ദ ബൈ, ഞാൻ എൻ്റെ ഒരു ഡബിൾ പ്ലേറ്റഡ് പ്ലാറ്റർ എടുത്തിട്ട് ഫ്ലവേഴ്സ് എല്ലാം വെച്ച് ഞാൻ ഡെക്കറേറ്റ് ചെയ്തു. അതായത് ഇവിടെ തന്നെ ഒരു ചെറിയൊരു ഓണപ്പൂക്കളം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഡെക്കറേഷൻ എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് കുക്കിങ്ങിനേക്കാളും ഇഷ്ടം പ്ലേറ്റിംഗ് ആണ് കേട്ടോ. പ്ലേറ്റിംഗ് വെറുതെ ചെയ്യാൻ പറ്റില്ലല്ലോ, കുക്ക് ചെയ്താലേ പ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. പ്ലേറ്റിങ്ങിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ ആർഭാടമാക്കണത്. മാസ്റ്റർ ഷെഫൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. പ്ലേറ്റിങ്ങിനോട് ഭയങ്കര ക്രേസാണ് കേട്ടോ. മാസ്റ്റർ ഷെഫായിട്ട് കമ്പയർ ചെയ്യല്ല, അത് വേറെ തരത്തിലുള്ള പ്ലേറ്റിംഗ്, ഇത് ഓണ പ്ലേറ്റിംഗ്. അപ്പോൾ നമ്മൾ സെർവിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ കഴിച്ചു കാണിക്കണ്ടേ, അഭിപ്രായം പറയണ്ടേ. പൂവിളി പൂവിളി
പൊന്നോണമായി നീ വരൂ പൊന്നോണ. അങ്ങനെ ഞങ്ങൾ പരിപ്പ് പായസം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? വെച്ചത് കൊണ്ട് പറയല്ല കേട്ടോ, നന്നായിട്ടുണ്ട്. നല്ല ഒരു ജാഗ്രി പൗഡർ ഇട്ടത് കൊണ്ട് അങ്ങനെ ഒരു വ്യത്യാസമോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നല്ലൊരു പായസമായിരുന്നു. എല്ലാവർക്കും വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം. താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ, സബ് ചെയ്യണേ.